ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 5 മിനിറ്റ് സംസാരിക്കാം. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങുകയാണ്. സാർ, കേരളത്തിലെ വ്യവസായ വളർച്ചയുടെ വ്യവസായ വകുപ്പിൻ്റെ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ മലയാളത്തിലെ പ്രമുഖമായ ഒരു കാലഘട്ടത്തിലിറങ്ങിയ 3 ചിത്രങ്ങൾ, ഒന്ന് വരവേൽപ്പ്, മറ്റൊന്ന് മിഥുനം 1993 ഇറങ്ങിയ ചിത്രമാണ്. അടുത്ത കാലത്ത് പോളിടെക്നിക്ക് എന്ന് പറയുന്ന 3 ചിത്രങ്ങൾ. ഈ 3 ചിത്രങ്ങളുടെയും പിന്നിലുള്ള ഒരാശയം യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമുള്ള സേതുമാധവൻ അമ്മയുടെ പേരിലൊരു വ്യവസായം ആരംഭിക്കാൻ, ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പറയുന്നൊരു കമ്പനി ആരംഭിക്കാൻ പോയി അവസാനം പരാജയപ്പെട്ടൊരു കഥയാണ്. അതോടൊപ്പം തന്നെയാണ് വരവേൽപ്പിൻ്റെ കഥയും അങ്ങനെയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ മാറി കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം ഏറെ സൗഹൃദപരമാകുന്ന, അല്ലെങ്കിൽ വ്യവസായികൾ കേരളത്തിലേക്ക് കടന്നു വരാൻ ഉള്ള ആ ഒരു സാഹചര്യം ഒരുക്കുന്നൊരു കാലഘട്ടത്തിലൂടെ, അപ്പം ആ കഥകളുടെ ഒരു പശ്ചാത്തലവും കാലഘട്ടവും അവസാനിച്ച ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പിനെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം ആ ഒരു പുതിയ മാറ്റത്തിന് വഴിതെളിച്ചത് ഒരു ദിവസം കൊണ്ടല്ല. ഈ ഗവൺമെൻറ്റിനൊക്കെ വ്യക്തമായൊരു കാഴ്ചപ്പാടായിരുന്നു. പ്രധാനമായിട്ടും ഈ രംഗത്ത്, പ്രത്യേകിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുണ്ടായ തടസ്സങ്ങൾ, അതിന് ചട്ടങ്ങൾ, നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ഇവിടെ ആളുകൾക്ക് വന്ന് വ്യവസായം ആരംഭിക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ മാറ്റമാണ് യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട അംഗങ്ങൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സാർ, കൃത്യമായ കണക്കുകൾ യഥാർത്ഥത്തിലുണ്ട്. നമ്മൾ കാടടച്ച് വെടിവെക്കുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് കേരള സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒത്തിരി മുമ്പിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതോടൊപ്പം സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത്. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി, ഞാൻ അദ്ദേഹത്തെ വളരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വ്യവസായത്തെ കൊണ്ടുവരിക. കാരണം ക്യാമ്പസും അല്ലെങ്കിൽ അക്കാഡമിക് മേഖലയും വ്യവസായവും രണ്ടകലങ്ങളിൽ നിന്നൊരു കാലഘട്ടത്തിൽ നിന്ന് അതിനെ കുറേ കൂടി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു സംവിധാനം. യഥാർത്ഥത്തിൽ അതൊരു മാനസികമായ വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും കൂടെ പ്രതിഫലനമായി മാറുന്നു എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വലിയ മാറ്റം ഈ രംഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം, ഞാൻ സമയക്കുറവുണ്ടതിലേക്ക് കിടക്കുന്ന പല കണക്കുകളും സൂചിപ്പിക്കുന്നത്, ഇപ്പം പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് വ്യവസായ രംഗത്ത് കേരളം ഉണ്ടാക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇതൊന്നും കാണാതെ നമ്മൾ കുരുടൻ ആനയെ കണ്ടതുപോലെ സംസാരിക്കുന്നതിനകത്ത് വലിയ കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്റ്റാർട്ടപ്പിൻ്റെ മുന്നേറ്റത്തിൽ പോലും നമുക്ക് അത്തരം ഒരു ഇക്കോസിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവന്ന കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ പിന്നിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും കൃത്യമായ കാഴ്ചപ്പാട് കാര്യത്തിലുണ്ടതിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. സാർ, ഒരു കാര്യം കൂടിയുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ്, കേരള കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ആരുടെയും സർട്ടിഫിക്കറ്റ് ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൃത്യമായ കണക്കുകളുണ്ട്. 2019 UDF-നകത്ത് തോമസ് ചാഴിക്കാടൻ ഞങ്ങളുടെ പ്രതിനിധിയായി മത്സരിച്ചപ്പോൾ പാലായിൽ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 34,000. 2024 UDF-ൻ്റെ ഭൂരിപക്ഷം 12,000 മാത്രമേ ഉള്ളെന്ന കാര്യം അദ്ദേഹം മറന്നു പോകരുത്. കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി എവിടെയാണെന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ 2019 26,000 വോട്ടായിരുന്നു UDF-ന് കിട്ടിയത്. 2024 11,000 കുറഞ്ഞുവെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി എവിടെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അതിലുണ്ട് എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2016 അദ്ദേഹം 44,000 വോട്ടിന് ജയിച്ച ആ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ഈ മുന്നണി മാറിയ ശേഷം അവിടെ അദ്ദേഹം ജയിച്ചത് കേവലം 4,200 വോട്ടുകൾക്കാണ് എന്നുള്ളത് കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി എവിടെയാണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇത് മാത്രമല്ല സാർ, സത്യത്തിലെ 3 ജില്ലാ പഞ്ചായത്തുകളുണ്ടായിരുന്നു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുകൾ UDF-ൻ്റെ കൈവശമായി. കേരള കോൺഗ്രസ് മുന്നണി മാറി. അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ ഈ 3 ജില്ലാ പഞ്ചായത്ത് LDF-ൻ്റെ കയ്യിൽ നിന്നാണ്. കോട്ടയം ജില്ലയിലെ 11 ബ്ലോക്ക് പഞ്ചായത്ത് 10 UDF ഭരിച്ചു ഞങ്ങളുണ്ടായിരുന്ന കാലത്ത്. ഇപ്പോൾ 10 ഭരിക്കുന്ന LDF-ആണ്. കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ചോദിച്ചതിനുള്ള ഒരു മറുപടിയായിട്ട് ഞാനത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ അദ്ദേഹം വളരെ ആവേശകരമായി സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മേഖലയായ തൃശ്ശൂരിൽ 1.25 ലക്ഷം വോട്ട് കുറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് വിസ്മരിച്ചു പോയതെന്ന് എനിക്കറിയില്ല. ഏതായാലും അതുകൂടി യഥാർത്ഥത്തിൽ സൂചിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ
പഴയകാല കാമുകിമാരെ ഓർത്ത് അവർ എവിടെയെങ്കിലും പോയി ജീവിച്ച് സന്തോഷത്തോടെ മക്കളുമായി ജീവിക്കുമ്പോഴും ഇടയ്ക്ക് കാമുകന്മാരെ ഓക്കാറുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു മാനസികാവസ്ഥയിലാക്കി. പണ്ട് ഞങ്ങളുടെ കൂടെ നിന്നിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ സുഖകരമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണെന്നുള്ള ഇടയ്ക്കുള്ള എത്തിനോട്ടം യഥാർത്ഥത്തിൽ ആ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം മാത്രം അദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, ഈ വക്ക കെട്ടിയവനും വക്ക കെട്ടിയവൻ വേറെ വലിച്ചവൻ വേറെ. ഈ കരക്കിരിക്കുന്നവരുടെ അഭിപ്രായം പറയും. കോട്ടയത്ത് ജയിച്ച യഥാർത്ഥത്തിൽ റോഷി അഗസ്റ്റിനെപ്പോടെ 2 പ്രാവശ്യം മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി കോട്ടയത്ത് വന്ന് മത്സരിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ വക്ക കെട്ടിയവനും വലിച്ചവനും വേറെ ആൾക്കാരാണെന്ന കാര്യം കൂടി തീർച്ചയായിട്ടും മറന്നു പോകരുത്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസക്തിക്ക് ചരിത്രം എഴുതാനോ അല്ലെങ്കിൽ ജ്യോതിഷം പറയാനോ സത്യത്തിൽ ജോസഫ് ഗ്രൂപ്പ് വളർന്നിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് വളരെ വിനയപൂർവ്വം ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. കാരണം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഈ വളരെ പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ ചർച്ചയിൽ അത് പറയേണ്ടി വന്നത്. ബഹുമാനിയായ മിനിസ്റ്ററോട് അതോടൊപ്പം തന്നെയാണ് ഭിന്നശേഷി ഗ്രാമവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപനത്തിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകണം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് 50 ഏക്കർ സ്ഥലം കാഞ്ഞിരപ്പള്ളിയിലെ റവന്യൂ വകുപ്പിൻ്റെ കേവലം 13,000 രൂപയ്ക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ഒറ്റ വ്യവസായം പോലും ഇല്ലാത്ത നിയോജകമുണ്ടെന്ന നിലയിൽ പ്രത്യേക പരിഗണന നൽകി പുതിയ വ്യവസായ സംരംഭം ആരംഭിക്കുമ്പോൾ ആ സ്ഥലത്ത് വ്യവസായം ആരംഭിക്കാൻ കൂടിയുള്ള നടപടി ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രപരമായ മുൻപോട്ടുള്ള പ്രയാണത്തിന് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് നൽകുന്ന വലിയ പിന്തുണയും സഹകരണത്തിനും അതോടൊപ്പം തന്നെയുള്ള പുതിയ കാഴ്ചപ്പാടിനും എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്താങ്ങി